അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ജമാലുദ്ദീൻ ഫാറൂഖി. സിഹറുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിവിധ പണ്ഡിതന്മാരുടെയും പ്രവർത്തകരുടെയും അഭിപ്രായങ്ങളും പലതവണയായി കേട്ടുകഴിഞ്ഞു. ഈ വിഷയത്തിൽ സൂറ അൽ ബഖറ 2-ാം അധ്യായം, അതിലെ എല്ലാവരും പറയാറുള്ള 102-ാം ആയത്തിനെ ഒന്നുകൂടി പഠന വിഷയമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് എന്റെ ഒരു നിരീക്ഷണം മാത്രമാണ്. ഈ വിഷയത്തിലുള്ള അവസാന വാക്കായിട്ട് ആരും ഗണിക്കേണ്ടതുമില്ല. ഒമാഹും ബിദ്ദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അവർ ആർക്കും ഒരു ബുദ്ധിമുട്ടും വരുത്തുകയില്ല അള്ളാഹുവിന്റെ ഇതിന് നിശ്ചയം ഉണ്ടെങ്കിൽ അല്ലാതെ എന്ന് അർത്ഥം പറയുമ്പോൾ, അള്ളാഹുവിന്റെ നിശ്ചയമുണ്ടെങ്കിൽ സിഹറിനും സാഹിറുകൾക്കും ഫലപ്രാപ്തി ഉണ്ടാക്കാൻ കഴിയും എന്നാണ് സാധാരണഗതിയിൽ പറഞ്ഞു വരാറുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ ഖുർആന്റെ ഭാഷാപ്രയോഗം ഒന്നുകൂടി പഠനവിധേയമാക്കണം എന്നാണ് അഭിപ്രായം. മാ ഇല്ല, അതല്ലെങ്കിൽ ലാ ഇല്ല എന്നീ വാക്കുകൾ പിന്നീട് വരുന്ന ആശയത്തെ പരിമിതപ്പെടുത്താൻ വേണ്ടിയാണ് അറബി ഭാഷയിൽ ഉപയോഗിക്കാറുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അള്ളാഹു ഇലാഹാവുന്നു എന്നല്ല, ഇലാഹ് അള്ളാഹു ആകുന്നു എന്നും അല്ല, അള്ളാഹു മാത്രമാകുന്നു ഇലാഹ് എന്നാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ എന്ന് പറയുമ്പോൾ മുഹമ്മദ് റസൂലാകുന്നു എന്നല്ല, മുഹമ്മദ് നബി റസൂൽ മാത്രമാകുന്നു എന്നർത്ഥം കിട്ടും. ആ രൂപത്തിൽ വമാഹും ബിദ്ദാരീന, അവർ ഒരു ബുദ്ധിമുട്ടും വരുത്തുകയില്ല, ഇല്ലാ ബിഇദ്നില്ല, ഇതിനുള്ള അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം മാത്രമേ അത്തരം കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ. ഇല്ല എന്ന വാക്കിന് ശേഷം വന്നിരിക്കുന്ന നാമത്തോടൊപ്പമാണ് മാത്രം എന്ന പ്രത്യയം ഭാഷയിൽ വരാറുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലയിലും മറ്റും നാം പറഞ്ഞ പോലെ. അങ്ങനെയാവുമ്പോൾ സിഹറിനോ സാഹിറിനോ അതിന്റെ ചിഹ്നങ്ങളായ എന്തെങ്കിലും വസ്തുക്കൾക്കോ ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉപദ്രവവും വരുത്താൻ സാധിക്കുകയില്ല. എല്ലാം സംഭവിക്കുന്നത് അള്ളാഹുവിൽ നിന്ന് മാത്രം. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും തന്റെ ജീവിതത്തിലുണ്ടാവുന്നതൊക്കെ അള്ളാഹുവിൽ നിന്നാകുന്നു എന്ന് വിശ്വസിക്കൽ നമ്മുടെ ഈമാനിന്റെ മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു ഭാഗമായിട്ട് കൂടിയാണ് മതം നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഇത്തരം എല്ലാ സംഭവങ്ങളെയും ഖുർആൻ പരാമർശിക്കുമ്പോൾ പൊതുവിൽ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഇതിനുള്ള എന്നത്. അതിന് സമാനമായി ഇല്ലാ മാ ഷാ അല്ലാഹ്, ഇല്ലാ ഫി കിതാബിൻ മുബീൻ, ഇല്ലാ മാ കതബല്ലാഹു ലനാ തുടങ്ങിയ വാക്കുകളൊക്കെ വരികയും ചെയ്യും. മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ല എന്ന് വേറെയും പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം മാത്രമാണ് ഏത് മുസീബത്തും സംഭവിക്കുന്നത് എന്നത് അവിടെയും വ്യക്തമാണ്. അപ്പൊ അവിടെയൊന്നും തന്നെ സിഹറിന്റെയോ സാഹിറിന്റെയോ ഇടപെടൽ ഉണ്ടാവുന്നില്ല. അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം സംഭവിക്കുന്നു. അതിന് നമുക്ക് അനുഭവപ്പെടുന്ന കാര്യകാരണ ബന്ധങ്ങൾക്ക് വിധേയമായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നർത്ഥം. മറ്റൊരു വശം തൊട്ടു മുമ്പിൽ പറഞ്ഞ വയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി എന്ന ഭാഗമാണ്. സിഹറിലൂടെ സാഹിറുകൾക്ക് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാൻ സാധിക്കും എന്നാകുന്നു ഇതിന്റെ അർത്ഥമായിട്ട് പറഞ്ഞു വരാറുള്ളത്.
ചില തഫ്സീറുകളിലും അങ്ങനെ സിഹറിന് ഫലസിദ്ധിയുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഖുർആൻ ചെയ്തിരിക്കുന്നത്, അന്ന് ജൂതന്മാർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന അവരുടെ ഒരു അവകാശവാദം അതേപടി ഉന്നയിച്ചു എന്നത് മാത്രമാണ്. അതല്ലാതെ അത് ഇസ്ലാമികമായി ശരിയാണെന്നോ ഇസ്ലാമികമായ ഒരു സങ്കല്പമായി മുസ്ലിങ്ങൾ ഇനിയും സ്വീകരിച്ചു കൊണ്ടു നടക്കണോ എന്ന് അർത്ഥമില്ല. അവരുടെ വാദഗതി അള്ളാഹു ഉന്നയിച്ചു, അതിന് അള്ളാഹുവിൻ്റെതായ തിരുത്ത് പിന്നീട് കൊടുക്കുകയും ചെയ്തു, ബി ഇതിനില്ല എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട്. ഖുർആന്റെ പ്രതിപാദന ശൈലിയുടെ ഒരു പ്രത്യേകതയും അതുതന്നെയാണ്. ചിലപ്പോൾ പ്രതിയോഗികളായ ആളുകളുടെ സംസാരം, വാദങ്ങൾ അതേപടി ഉന്നയിക്കാറുണ്ട്. അന റബ്ബുക്കുമുൽ അഅല എന്ന് ഫിർഔൻ പറഞ്ഞപ്പോൾ അത് ഖുർആൻ എടുത്തുദ്ധരിച്ചു. അതിന്റെ അർത്ഥം ആ ആശയത്തെ അള്ളാഹു അംഗീകരിക്കുന്നു എന്നല്ല. ഫിർഔൻ പറഞ്ഞത് അതുപോലെ നമ്മെ കേൾപ്പിച്ചു എന്നേയുള്ളൂ. അന ഖൈറുൻ മിൻഹു ഖലഖ്തനീ മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ എന്ന് ഇബ്ലീസ് ഒരു അഹങ്കാരവാദം മുഴക്കുകയുണ്ടായി. അത് ഖുർആനിൽ ചേർത്തതുകൊണ്ട് അള്ളാഹുവിന്റെ അംഗീകാരം ഇബ്ലീസിന്റെ വാദത്തിന് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പാടില്ല. ഇബ്ലീസ് പറഞ്ഞത് നമ്മെ അതേപടി കേൾപ്പിച്ചു എന്നേയുള്ളൂ. അതുപോലെ ഈ വിഷയത്തിൽ ജൂതന്മാർക്ക് അന്ന് പ്രചാരത്തിലുണ്ടായ അവരുടെ ഒരു അവകാശവാദം ഉന്നയിച്ചു എന്ന് മാത്രമാണ്. ഇസ്ലാമിക സങ്കല്പമായിട്ട് അത് കൊണ്ടു നടക്കേണ്ടതില്ല. ഇനി അങ്ങനെ ഇസ്ലാമിക സങ്കല്പത്തിന്റെ കൂടി ഭാഗമാണ് സിഹ്റിലൂടെ ദാമ്പത്യത്തിൽ വിള്ളൽ വരുത്താൻ സാധിക്കും എന്നാണെങ്കിൽ അതിന് ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടോ മറ്റു രംഗങ്ങളിലോ വിശദീകരണം ആവശ്യമാണ്. അതിട്ട് വന്നിട്ടുമില്ല. ദാമ്പത്യത്തിൽ വിള്ളലുണ്ടാക്കുന്ന സന്ദർഭങ്ങളെ ഖുർആൻ തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്. വല്ലാത്തി തഖാഫൂന നിഷൂസഹുന്ന ഫഇദൂഹുന്ന തുടങ്ങിയുള്ള സൂറ നിസായിലെ പരാമർശങ്ങൾ, വ ഇംറത്തുൻ ഖാഫത്ത് മിൻ ബാലിഹ നിഷൂസൻ ഔ ഇറാദൻ തുടങ്ങിയുള്ള അതേ അധ്യായത്തിലെ പരാമർശങ്ങൾ. അവിടെയൊക്കെ ദാമ്പത്യ പ്രശ്നങ്ങളാണ്. ആ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന പരിഹാരമാർഗവും അവിടെ പറയുന്നുണ്ട്. അവിടെയൊന്നും സിഹ്റ് മുഖാന്തരം, സിഹ്റ് കാരണമായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് ഖുർആനും പറഞ്ഞിട്ടില്ല. ആ ആയത്തിനെ വ്യാഖ്യാനിച്ച ഒരു വ്യാഖ്യാതാവും സിഹ്റിന്റെ ഫലസിദ്ധി ഇത്തരം രൂപത്തിൽ പ്രകടമാകും എന്ന് വ്യാഖ്യാനിച്ചിട്ടുമില്ല. എന്ന് മാത്രമല്ല, ദാമ്പത്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പക്കൽ സ്ത്രീകളും പുരുഷന്മാരും വന്നിരുന്നു. ഭാര്യയുടെ വൈകല്യങ്ങൾ ഭർത്താക്കന്മാരും, ഭർത്താക്കന്മാരുടെ പോരായ്മകൾ ഭാര്യമാരും നബിയുടെ സമക്ഷത്തിൽ വന്ന് പരാതിപ്പെട്ടിരുന്നു. അപൂർവം ചില സന്ദർഭങ്ങളിൽ അവിടെ തലാഖോ അല്ലെങ്കിൽ ഖുൽഓ സംഭവിക്കുകയും ചെയ്തു. എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ്, തലാഖ്, ഖുൽ ഇവയെല്ലാം ചെയ്യുന്നതിന് മുമ്പ് നബി, നിങ്ങൾ ഈ വിഷയത്തിൽ സിഹ്ർ സംഭവിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും സിഹ്ർ ചെയ്തിട്ടുണ്ടോ എന്നുകൂടി അന്വേഷിക്കണം എന്ന് അതിന്റെ ഇരകളായ ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ദാമ്പത്യ പ്രശ്നങ്ങൾ, അതിന്റെ ഫലമായി ഉണ്ടായേക്കാവുന്ന തലാഖ്, ഖുൽ, ഫസ്ഖ് തുടങ്ങിയ വിഷയത്തിൽ നൂറുകണക്കിന് ഹദീസുകൾ ആധികാരികമായ എല്ലാ ഗ്രന്ഥങ്ങളിലുമുണ്ട്. ആ ഹദീസുകളിലൊന്നും തലാഖിന് ഇടയാവുന്ന, ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്ന സന്ദർഭങ്ങളിൽ സിഹ്ർ ആരും എവിടെയും ഒരിക്കലും പരാമർശിച്ചിട്ടുമില്ല. അപ്പൊ ഈ രൂപത്തിൽ കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയാണെങ്കിൽ ഈ 102 എന്ന ആയത്ത് സിഹ്റിന് ഫലസിദ്ധിയില്ല എന്നാണ് വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വല്ലാഹു അലം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നേരത്തെ തുടങ്ങിയ സംസാരം ഇടയ്ക്ക് വെച്ച് കട്ടായിപ്പോയി. അപ്പൊ നമ്മൾ പറയുന്നത്,
ഈ വേദി ഒരു പഠനവേദി ആയിരിക്കണം എന്നതാണ്. നമുക്ക് ക്യാമ്പുകളിലും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണങ്ങളിലും പേജുകൾ നീണ്ടു നിൽക്കുന്ന ലേഖനങ്ങൾ വായിച്ചുമൊക്കെ നേടാൻ സാധിക്കുന്നതിനേക്കാളേറെ ഒരുപാട് അറിവുകൾ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ടും കേട്ടുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഇതിലൂടെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ വൈജ്ഞാനികമായ സമീപനമാണ് ഈ രംഗത്ത് ആവശ്യമുള്ളത്. ഒരാളെ ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ നാം ശ്രമിക്കേണ്ടതില്ല. എന്റെ അഭിപ്രായം ശരിയാകുന്നു എന്ന പോലെ തന്നെ മറ്റുള്ളവരുടെ വാക്കുകളിലും ശരിയുണ്ടാവാം എന്ന ഒരു വീക്ഷണം നമുക്ക് ഈ രംഗത്ത് ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോൾ കൂടുതൽ ആരോഗ്യകരമായ ഒരു സംവാദ സംസ്കാരം ഈ വേദിയിലൂടെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാനും പറ്റും. പരസ്പരം അറിയുവാനും അറിയിക്കുവാനുമായിരിക്കണം നമ്മളുടെ എല്ലാ ശ്രമങ്ങളുടെയും കാതലായ ലക്ഷ്യം എന്നത് നമ്മൾ വിസ്മരിക്കുവാൻ പാടില്ല. നാം സംസാരിക്കുന്നതിനും നാം രേഖപ്പെടുത്തുന്ന അഭിപ്രായങ്ങൾക്കും എത്ര പൂച്ചെണ്ട് കിട്ടുന്നു, എത്ര കയ്യടികൾ കിട്ടുന്നു എന്നതും ഇതിൽ നമ്മൾ പരിഗണിക്കേണ്ടതില്ല. നാം നമുക്കറിയുന്നൊരു കാര്യം ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ പറയുന്നു. അത് ശരിയാകുന്നു എന്ന് ബോധ്യമുള്ളവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് അവരുടെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്യാം എന്നു മാത്രമായിരിക്കണം നമ്മളുടെ ഈ വിഷയത്തിലെ സമീപനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഇങ്ങനെയുള്ള വൈജ്ഞാനികമായ ചർച്ചകൾ ഉണ്ടായിരുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായിരുന്നു. സലഫുസ്സാലിഹീങ്ങളായ എല്ലാ ആളുകളും അത്തരത്തിലുള്ള വൈജ്ഞാനിക തലത്തിലുള്ള ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു. അവരെല്ലാം നടത്തിയത് മതപരമായ ഒന്നിലധികം അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിലതാണ്. പക്ഷേ അവർക്കിടയിലുണ്ടായ ഏറ്റവും വലിയ ഒരു പ്രത്യേകത പരസ്പരം ആദരിക്കുവാനും ബഹുമാനിക്കുവാനും അവർക്ക് കഴിഞ്ഞു എന്നതാണ്. ഈ പറഞ്ഞ അഭിപ്രായ വൈജാത്യങ്ങളിൽ എല്ലാം തന്നെ സഹിഷ്ണുത ആദ്യാവസാനം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകുവാനും അവർക്ക് കഴിഞ്ഞു എന്നതാണ്. അത്തരത്തിലുള്ള ഒരു നല്ല പാരമ്പര്യം നമ്മുടെ വൈജ്ഞാനിക തലത്തിൽ പ്രത്യേകിച്ച് മതപരമായ വിഷയങ്ങളിലുള്ള ഇടപെടലുകളിൽ ഉണ്ടാവണം എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സിഹറിലേക്ക് തന്നെ നമുക്ക് അല്പവും കൂടി തിരിച്ചു പോവാം. യഥാർത്ഥത്തിൽ ഈ വിഷയം വളരെ ലളിതമാണ്, ഒരു ദുർഗ്രാഹ്യതയുമില്ല. സിഹറിൽ പങ്കെടുക്കുന്ന 3 കഥാപാത്രങ്ങളാണ് ഉള്ളത്. ഒന്ന്, അതിന്റെ ഉപകരണങ്ങളായി അറിയപ്പെടുന്ന വിവിധ വസ്തുക്കൾ, കോഴിമുട്ട, ചീപ്പ് അല്ലെങ്കിൽ കറുത്ത നൂല്, അറബി അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന കടലാസ് തുണ്ടുകൾ. ഈ പറഞ്ഞ വസ്തുക്കൾക്കൊന്നും ഭൗതികാതീതമായ പ്രവർത്തനത്തിന് കഴിവില്ല. ഒരാൾ കോഴിമുട്ട കഴിച്ചാൽ അതുകൊണ്ട് മരിച്ചു പോവുകയില്ല, അപകടപ്പെടുകയില്ല. ഇനി ഒരാളെ അപകടപ്പെടുത്താൻ വേണ്ടി കോഴിമുട്ട കൊണ്ട് എറിഞ്ഞാൽ ആദ്യം പൊട്ടുന്നത് കോഴിമുട്ടയായിരിക്കും. അപ്പൊ ഇവക്കൊന്നും തന്നെ ഒരാളെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തു പോയി ഉപദ്രവിക്കാൻ കഴിവില്ല എന്നർത്ഥം. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ വസ്തുക്കൾക്ക് എന്തെങ്കിലും ഫലസിദ്ധി ഈ പറഞ്ഞ തലത്തിലൊക്കെ ഉണ്ട് എന്ന് വരണമെങ്കിൽ അതിന് അഭൗതികമായ ഒരു തലം ആവശ്യമാണ്. അങ്ങനെ അഭൗതികമായ ഒരു തലത്തിൽ ഇവ പ്രവർത്തിക്കുന്നു എന്ന് വിചാരിക്കുന്നത് ശിർക്ക് കലർപ്പുള്ള ഒരു സംഗതി കൂടിയാണ്. രണ്ടാമത്തെ കഥാപാത്രം ഈ പ്രവർത്തികൾ ചെയ്യുന്ന സാഹിർ ആണ്. സാഹിറിനും അയാളുടെ അടുത്തിരിക്കുന്ന ആളെ ആയുധം കൊണ്ടോ മറ്റോ കുത്തി പരിക്കേൽപ്പിക്കാം, അപകടപ്പെടുത്താം. അതിൽ കവിഞ്ഞ് ദൂരെ ഇരിക്കുന്ന ഒരാൾക്ക് ഒരപകടം വരുത്താൻ അയാൾക്കും കാര്യകാരണ ബന്ധങ്ങൾക്ക് വിധേയമായി സാധിക്കുകയില്ല. അങ്ങനെ അയാൾക്ക് സാധിക്കുമെന്ന് വന്നാൽ അത് കാര്യകാരണ ബന്ധങ്ങൾക്ക്, അതായത് ഭൗതികാതീതമായ കാര്യമാണ്. അങ്ങനെ അയാൾക്ക് സാധിക്കുമെന്ന് വന്നാൽ അതിലും ഈ പറഞ്ഞ ശിർക്കിന്റെ അംശമുണ്ട് എന്ന് സാരം. മൂന്നാമത്തെ കഥാപാത്രം പിശാച് ആണ്. പിശാചാണ് ഈ കഥയിലെ വില്ലന്റെ റോളിലുള്ളത്. പിശാചിനെ സമീപിച്ച് അല്ലെങ്കിൽ പ്രീതിപ്പെടുത്തി പ്രാർത്ഥിച്ച് സേവിച്ച് പ്രസാദിപ്പിച്ച് കാര്യങ്ങൾ നേടി മറ്റുള്ളവരെ ഇരകളെ അപകടപ്പെടുത്താം എന്നാണ് സാധാരണ വാദിക്കപ്പെടാറുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെ പിശാചിനെ മെരുക്കിയെടുക്കാൻ കഴിയുമോ, അധീനത്തിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്നൊന്നും ഖുർആൻ പറയുന്നില്ല.
അങ്ങനെ ഒരു അനുഗ്രഹവും ആനുകൂല്യവും നൽകിയിരിക്കുന്നത് പ്രവാചകനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് മാത്രമാണ്. അദ്ദേഹത്തിനും ദാവൂദ് നബിക്കും കാറ്റ്, പക്ഷികൾ, പർവ്വതങ്ങൾ, ജിന്ന്, പിശാച് തുടങ്ങിയവയൊക്കെ അള്ളാഹു അധീനപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. മറ്റു വ്യക്തികൾക്ക്, പ്രത്യേകിച്ച് ഈ മാതിരി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് പിശാചിനെ അള്ളാഹു മെരുക്കി കൊടുത്തിരിക്കുന്നു, അവരുടെ ഇംഗിതമനുസരിച്ച് പിശാച് എന്തും ചെയ്തു കൊടുക്കും എന്ന് വിശ്വസിക്കണമെങ്കിൽ അതിന് ഒരു തെളിവ് വേണ്ടതുണ്ട്. അത് എവിടുന്ന് നമുക്ക് ലഭ്യവുമല്ല. എന്ന് മാത്രമല്ല, അങ്ങനെ പിശാചിനോട് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ സാധിക്കും എന്നത് അംഗീകരിക്കുകയാണെങ്കിൽ തന്നെ പിശാചിനോട് സഹായം അഭ്യർത്ഥിക്കുക എന്ന ശിർക്കിന്റെ ഒരു ഭാഗവും കൂടി അതിൽ വരുന്നുണ്ട്. ചില ഹദീസ് വ്യാഖ്യാതാക്കളും തന്നെ ആ കാര്യം സമ്മതിക്കുന്നുമുണ്ട്. അൽ ഇസ്തിആനത്ത് ബിശ്ശയാത്തീൻ, പിശാചുക്കളോട് സഹായാഭ്യർത്ഥന നടക്കുന്ന, സംഭവിക്കുന്ന ഒരു രംഗമാണ് സിഹ്ർ എന്ന് അവർ നിരീക്ഷിക്കുന്നുണ്ട്. ആ നിലക്ക് സിഹ്ർ ഫലിച്ചാലുമില്ലെങ്കിലും പിശാചിനോട് സഹായം അഭ്യർത്ഥിക്കുക എന്നത് തന്നെ ഒരു ഒന്നാം തരം ഷിർക്കായിട്ട് വേണം നാം കാണാൻ. ചുരുക്കത്തിൽ ഈ സിഹ്ർ വിഷയത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും നാം പറഞ്ഞ പോലെ ഭൗതിക തലത്തിൽ നിന്നുകൊണ്ടല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് വിധേയമായിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതിന്റെ അപ്പുറത്താകുന്നു അവരുടെ പ്രവർത്തനം എന്നുള്ളതുകൊണ്ട് അതിൽ ഷിർക്കിന്റെ അംശമുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതേസമയം ഈ വിശ്വാസം വെച്ചു പുലർത്തുന്ന ഒരാളെ പറ്റി നമ്മൾ മുശ്രിക്ക് എന്ന് ലേബിൾ ചെയ്യേണ്ടതുമില്ല. കാരണം ഇതുപോലുള്ളതോ ഇതിനേക്കാൾ വലുതോ ആയ ഷിർക്ക് വിശ്വാസങ്ങൾ ചെയ്യുന്ന ആളുകൾ, പ്രവർത്തികൾ ചെയ്യുന്ന ആളുകൾ മുസ്ലിങ്ങളിലുണ്ട്. അതിലുള്ള ഷിർക്ക് ഇന്നതാകുന്നു എന്ന് നാം പറയുകയല്ലാതെ അവരെ മുശ്രിക്ക് എന്ന് പറഞ്ഞ് നാം മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് നടത്തുന്ന ഇടപെടലുകളിൽ നിന്ന് അവരെ അകറ്റി നിർത്തുകയോ ചെയ്യുന്നില്ല. അവർ മുസ്ലിങ്ങളായിട്ട് തന്നെയാണ് നാം പരിഗണിക്കുന്നത്. ആ രൂപത്തിലുള്ള സമീപനമായിരിക്കും ഇതിൽ നല്ലത് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംഭവിച്ചിരിക്കുന്ന സിഹ്ർ സൂചിപ്പിക്കുന്ന ഹദീസാണ്. ആ ഹദീസിനെ തൽക്കാലം നാം അതിനെ സ്വീകരിച്ചില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിലും അതുകൊണ്ട് ഒരു അപകടവും ഇസ്ലാമിനോ നമ്മുടെ വിശ്വാസങ്ങൾക്കോ വരാനില്ല. മറിച്ചാണെങ്കിൽ ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച അപകട തരങ്ങൾ ഉണ്ടുതാനും. എന്ന് മാത്രമല്ല, ജൂതന്മാരോട് നമുക്ക് പല കാര്യങ്ങളിലും അമർഷവും അറപ്പും വെറുപ്പും ഉണ്ടെങ്കിലും ഒരു കാര്യത്തിൽ അവരോട് നന്ദി കാണിക്കണമെന്നാണ് എന്റെ പക്ഷം. കാരണം ഞങ്ങളിൽപ്പെട്ട ഒരു ലബീദ് സിഹ്ർ ചെയ്തിട്ട് അരിക്കാക്കാൻ മാത്രമല്ലേ നിങ്ങളുടെ മുഹമ്മദ് നബിയുള്ളൂ എന്ന് അവര് പറഞ്ഞിറക്കുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ ഈ ഹദീസ് ആഘോഷപൂർവ്വം സ്വീകരിച്ച് പ്രചരിപ്പിച്ച് രംഗത്തിറങ്ങുവാൻ നമ്മളെക്കാളേറെ സൗകര്യങ്ങളും ടെക്നോളജിയുമൊക്കെ അവർക്കുണ്ട്. വേണമെങ്കിൽ ഈ പറഞ്ഞ സംഭവത്തിന് ലബീദ് സിഹ്ർ ചെയ്തു എന്നതിന് എവിടുന്നെങ്കിലും ഒരു ഡേറ്റും കണ്ടുപിടിച്ചാൽ എല്ലാ വർഷവും മുടങ്ങാതെ നടത്തുന്ന ഒരു ആഘോഷവുമാക്കി അവർക്ക് മാറ്റുകയും ചെയ്യാം. എന്നിട്ട് പോലും നാം വിശ്വസിക്കുന്ന പോലെ, സമീപിക്കുന്ന പോലെ ഈ ഹദീസിനെ സ്വീകരിക്കുകയോ ആദരപൂർവ്വം എടുത്ത് ആഘോഷിക്കുകയോ ചെയ്യുന്നില്ല എന്നത് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്ന ഒരു നല്ല കാര്യമായിട്ട് വേണം നാം മനസ്സിലാക്കാൻ. ഏതായിരുന്നാലും നമ്മുടെ ഈ ചർച്ചകൾ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ആരോടും വെറുപ്പ് നമുക്കുണ്ടാവേണ്ടതില്ല. സിഹ്റിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും ഇനിയും സംസാരങ്ങൾ വരും. അതിലൊക്കെ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള സമീപനം നാം സ്വീകരിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വഫൗക കുല്ലി ദീ ഇൽമിൻ അലീം. അസ്സലാമു അലൈക്കും.